മകൻ തികഞ്ഞ മദ്യപാനിയാണ്. കൂട്ടുകാരുമൊത്ത് മദ്യപിച്ചും നാടകം കളിച്ചും സമയം കളയുന്നു. പോലീസുകാരനാക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞതിൽ പിന്നെ പഠിക്കാനുള്ള താല്പര്യം പോയെന്നാണ് പറഞ്ഞത്. പോലീസുകാരനായ ആ അച്ഛന് മകൻ്റെ കാര്യത്തിലുള്ള പ്രതീക്ഷകളൊക്കെ ഇല്ലാതായിരുന്നു. ഇടയ്ക്ക് മദ്രാസിലേക്ക് നാട് വിട്ടെങ്കിലും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ തിരികെ എത്തി. ഒടുവിൽ ഒരു ബന്ധുവിൻ്റെ അരിക്കടയിൽ മകന് ജോലി ശരിയായി. ചാക്കിന് 10 പൈസ നിരക്കിൽ ചാക്കരി ട്രക്കുകളിൽ കയറ്റുന്ന ജോലിയായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം അച്ഛന് വലിയ പ്രതീക്ഷകളില്ലാതിരുന്ന മദ്യപാനിയായിരുന്ന ആ യുവാവ് ഒരു ജനതയുടെ മൊത്തം താരമായി മാറി. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി വെള്ളിത്തിരയിൽ തിളങ്ങി. അന്നത്തെ 10 പൈസയ്ക്ക് പകരം ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് ഇന്ന് 100 കോടിയിലധികമാണ് അയാളുടെ പ്രതിഫലം. ആരാധകർ അയാളെ തലൈവർ എന്നും സൂപ്പർ സ്റ്റാർ എന്നും വിളിച്ചു. ലൈം ലൈറ്റിൽ ഇന്ന് അയാളുടെ കഥയാണ് ശിവാജി റാവു ഗേക്വാദ് എന്ന രജനീകാന്തിൻ്റെ കഥ. കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള നാച്ചിക്കുപ്പത്തിലേക്ക് കുടിയേറിയ മറാഠ കുടുംബത്തിൽ 1950 ഡിസംബർ 12-ന് പോലീസ് കോൺസ്റ്റബിളായ റാണോജി റാവു ഗേക്വാദ് റാംബായി ദമ്പതികൾക്ക് ഒരു മകൻ പിറന്നു. മറാഠ സാമ്രാജ്യത്തിലെ തങ്ങളുടെ പൂർവികനായ ശിവാജിയുടെ പേരായിരുന്നു കുഞ്ഞിന് നൽകിയത്. പിന്നീട് ജോലിയുടെ ഭാഗമായി റാണോജിക്ക് ബാംഗ്ലൂർ നഗരത്തിലെ അനുമൻ നഗറിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ശിവാജിയുടെ അമ്മ മരിച്ചതോടെ മൂത്ത ചേട്ടനായ സത്യനാരായണ റാവു ആയിരുന്നു ശിവാജിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ട് തന്നെ കാര്യമായ നിയന്ത്രണങ്ങളില്ലാതെ വളർന്ന ശിവാജി കൗമാരപ്രായത്തിൽ തന്നെ മദ്യപിച്ചു തുടങ്ങി. ശിവാജിയെ പോലീസുകാരനാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന റാണോജി മകനോട് 10ാം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ പറഞ്ഞെങ്കിലും തനിക്ക് താല്പര്യമില്ലെന്നായിരുന്നു പറഞ്ഞത്. ഇടയ്ക്ക് നാടകങ്ങളിൽ അഭിനയിച്ച ശിവാജി അഭിനയമോഹം തലയ്ക്ക് പിടിച്ച് മദ്രാസിലേക്ക് നാടുവിട്ടെങ്കിലും ഏറെ താമസിയാതെ തിരിച്ചു വന്നു. ബാംഗ്ലൂരിലെ മൈസൂർ മിഷണറിയിലും ബന്ധുവിൻ്റെ അരിക്കടയിലും ജോലി ചെയ്ത രജനി പിന്നീട് ചേട്ടൻ്റെ നിർബന്ധപ്രകാരം കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായി ജോലിക്ക് കയറി. അവിടെ വെച്ചാണ് ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ് ബഹാദൂറിനെ ശിവാജി പരിചയപ്പെടുന്നത്. ജോലിയും നാടകങ്ങളും മദ്യപാനവും ഒക്കെയായി ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പെൺകുട്ടിയുമായി ശിവാജി അടുപ്പത്തിലാവുന്നത്. ഒരിക്കൽ ശിവാജിയുടെ നാടകം കണ്ട പെൺകുട്ടി ശിവാജിയോട് സിനിമയിൽ എന്തായാലും അഭിനയിക്കണമെന്ന് പറഞ്ഞു. മദ്രാസിൽ പുതുതായി ആരംഭിച്ച ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാർത്തയും ആ പെൺകുട്ടിയാണ് ശിവാജിക്ക് കാണിച്ചു കൊടുത്തത്. ചേട്ടനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തെങ്കിലും ശിവാജിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന സത്യനാരായണൻ പിന്നീട് അതിന് സമ്മതിച്ചു. എന്നാൽ ജോലി കളയരുതെന്നും അദ്ദേഹം ശിവാജിയെ ഉപദേശിച്ചിരുന്നു. അച്ഛൻ റാണോജിക്ക് ഈ തീരുമാനത്തിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും ശിവാജി കണ്ടക്ടർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അക്കാലത്ത് രാജ് ബഹാദൂറും മറ്റു സുഹൃത്തുക്കളും ചേർന്നായിരുന്നു ശിവാജിക്ക് ആവശ്യമുള്ള പണം മദ്രാസിലേക്ക് അയച്ചു നൽകിയിരുന്നത്. മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന ശിവാജി പഠനകാലത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ ക്ലാസ് എടുക്കാൻ വന്ന സംവിധായകൻ കെ ബാലചന്ദ്രൻ തൻ്റെ പുതിയ ചിത്രമായ അപൂർവ രാഗങ്ങളിൽ ശിവാജിക്ക് ഒരു വേഷം നൽകാമെന്നും എന്നാൽ അതിന് തമിഴ് പഠിക്കണമെന്നും ബാലചന്ദ്രൻ പറഞ്ഞു. വളരെ പെട്ടെന്ന് ശിവാജി തമിഴ് സംസാരിക്കാൻ പഠിച്ചു. തമിഴ് ശിവാജി ഗണേശൻ കത്തി നിൽക്കുന്ന സമയമായിരുന്നു ഇത്. സ്വാഭാവികമായി ശിവാജി എന്ന പേര് മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ശിവാജി രജനീകാന്തായി മാറി. ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധേയനായ രജനിക്ക് പുതിയ സിനിമകൾ വന്നു തുടങ്ങി. തുടക്കകാലത്ത് വില്ലനായി എത്തിയ രജനിക്ക് SP മുത്തുരാമൻ സംവിധാനം ചെയ്ത ഭുവന ഒരു കേൾവിക്കുറി എന്ന ചിത്രം കരിയറിൽ ഒരു ബ്രേക്കായി മാറി. മുള്ളും മലരും, 6 നിന്ന് 60 വരെ തുടങ്ങിയ ചിത്രങ്ങൾ രജനി എന്ന നടനെയും താരത്തെയും തമിഴ് സിനിമയിൽ ഉറപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ മറ്റു ചില പ്രശ്നങ്ങൾ രജനിക്ക് നേരിടേണ്ടി വന്നു. ഒന്ന്, താൻ ജീവിതത്തിൽ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയെ പിന്നീട് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2, മദ്യപാനശീലം വലിയ വിമർശനങ്ങൾ നേടിക്കൊടുത്തു. രജനിയെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ സിനിമാ രംഗത്ത് പ്രചരിച്ചു. 1980-കളിൽ അമിതാഭ് ബച്ചൻ നായകനായ ഡോൺ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീമേക്കായി രജനി അഭിനയിച്ച ബില്ല എന്ന ചിത്രം റിലീസ് ചെയ്തു. ബില്ല ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു. ഇതോടെ തമിഴ് സിനിമയിൽ പുതിയ സൂപ്പർ സ്റ്റാറായി രജനി മാറി. മുരട്ടുകാളെ, പോക്കിരി രാജ, തനിക്കാട്ട് രാജ, നാൻ മഹാനല്ലേ, മൂൻറുമൃഗം, നേട്രിക്കൺ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി എത്തി. അമിതാഭിൻ്റെ പല ചിത്രങ്ങളും രജനി തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. ഇതിനിടെ തന്നെ അഭിമുഖം ചെയ്യാനെത്തിയ പെൺകുട്ടിയുമായി രജനി പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്തു. ഇതേ സമയം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് രജനി ഒരു പ്രഖ്യാപനം നടത്തി. താൻ തിരക്കഥ എഴുതിയ വള്ളി എന്ന ചിത്രത്തോടെ ചലച്ചിത്ര രംഗം വിടുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ രജനീകാന്ത് പ്രഖ്യാപിച്ചു. വ്യാപക പ്രതിഷേധമാണ് ഇതിനെ തുടർന്ന് തമിഴ്നാട്ടിലുണ്ടായത്. തുടർന്ന് ഈ തീരുമാനത്തിൽ നിന്ന് രജനി പിന്മാറി.
പിന്നീട് മണിരത്നം സംവിധാനം ചെയ്ത ദളപതിയിൽ രജനീകാന്ത് അഭിനയിച്ചു. പക്ഷേ ഇതേ സമയം തന്നെ മറ്റൊരു വാർത്തയും തമിഴ്നാട്ടിൽ പ്രചരിച്ചു. രജനി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജയലളിതയുമായി രജനിക്കുണ്ടായ പ്രശ്നവും ഇത്തരം വാർത്തകൾക്ക് ചൂടുപിടിപ്പിച്ചു. 1992 പേസ് ഗാർഡനിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്ന രജനിയുടെ വണ്ടി MGR റോഡിൽ ട്രാഫിക് കുരുക്കിൽപ്പെട്ടു. അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനോട് കാര്യം അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയായ ജയയുടെ വാഹനം കടന്നു പോകാൻ ഗതാഗതം സ്തംഭിപ്പിച്ചിരിക്കുകയാണെന്ന മറുപടിയായിരുന്നു ലഭിച്ചത്. ഒരുപാട് സമയം ബ്ലോക്കിൽപ്പെട്ട് കിടന്നതോടെ സഹികെട്ട രജനി മുഖ്യമന്ത്രി വരാൻ വൈകുകയാണെങ്കിൽ വാഹനങ്ങൾ കടത്തിവിട്ടുകൂടെ എന്ന് ചോദിച്ചു. എന്നാൽ തനിക്ക് കിട്ടിയ നിർദ്ദേശം ഇങ്ങനെയാണെന്ന് പോലീസുകാരൻ മറുപടി പറഞ്ഞു. ഇതിനുള്ള മറുപടി പക്ക സിനിമ സ്റ്റൈലിലായിരുന്നു. തിരക്കേറിയ ആ റോഡിൽ വെച്ച് രജനി തൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി. പതിയെ നടന്ന് അടുത്തുള്ള പെട്ടിക്കടയിൽ ചെന്ന് ഒരു സിഗരറ്റ് വാങ്ങി സൈഡിൽ നിന്ന് വലിക്കാൻ തുടങ്ങി. തങ്ങളുടെ ഇഷ്ടനായകൻ നടു റോട്ടിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നത് കണ്ടതോടെ ജനം തിങ്ങിക്കൂടി. വഴിയിലെ ബ്ലോക്ക് വർദ്ധിച്ചു. ജയയുടെ വാഹനം വന്നപ്പോൾ കടന്നു പോകാനാവാത്ത സ്ഥിതിയായി. ഒടുവിൽ കടത്തിവിടാനാവില്ല എന്ന് പറഞ്ഞ അതേ പോലീസുകാരൻ വന്ന് അദ്ദേഹത്തോട് സ്ഥലത്ത് നിന്നും പോകണമെന്ന് അപേക്ഷിച്ചു. മുഖ്യമന്ത്രി കടന്നു പോകാൻ കാത്തു നിൽക്കുകയാണെന്നായിരുന്നു ഇതിന് രജനീകാന്ത് നൽകിയ മറുപടി. രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾക്ക് താൽക്കാലിക വിരാമമിട്ട് രജനീകാന്ത് പിന്നീട് വീണ്ടും സിനിമയിൽ സജീവമായി. ഇക്കാലത്തെത്തിയ രജനിയുടെ മുത്തു, പടയപ്പ തുടങ്ങിയ ചിത്രങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹിറ്റായി. തനിക്ക് സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ പഞ്ച് ഡയലോഗുകളായി രജനി സിനിമയിൽ അവതരിപ്പിച്ചു. രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് രജനീകാന്ത് മറുപടി പറഞ്ഞത്, "ഞാൻ എപ്പോൾ വരുവേൻ, എപ്പടി വരുവേൻ എന്ന് യാർക്കും തെരിയാതെ, ആന വര വേണ്ടിയ നേരത്തിലെ കറക്റ്റാ വരുവേൻ" എന്ന ഡയലോഗിലൂടെയായിരുന്നു. ഇതിനു പുറമെ വെള്ളിത്തിരയിലെ സ്റ്റൈൽ മന്നൻ സിനിമയ്ക്ക് പുറത്ത് മേക്കപ്പ് ഇല്ലാതെ എത്താൻ തുടങ്ങിയതും ജനങ്ങൾക്കിടയിൽ ചർച്ചയായി. 1999 പടയപ്പയുടെ വലിയ വിജയത്തിന് ശേഷം 3 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ബാബ എന്ന ചിത്രവുമായി രജനി എത്തിയെങ്കിലും ആ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നു തരിപ്പണമായി. രജനിക്കെതിരെ പ്രതിഷേധവുമായി വിതരണക്കാരും തിയേറ്റർ ഉടമകളും രംഗത്തെത്തി. ഇവർക്കെല്ലാം ഉണ്ടായ നഷ്ടം രജനി നികത്തി. എന്നാൽ വിമർശകർക്ക് രജനി മറുപടി നൽകിയത് ചന്ദ്രമുഖി എന്ന ചിത്രത്തിലൂടെയായിരുന്നു. മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായ മണിച്ചിത്രത്താഴിൻ്റെ റീമേക്കായ ചന്ദ്രമുഖി 890-ലധികം ദിവസമാണ് തമിഴ്നാട്ടിൽ പ്രദർശനം നടത്തിയത്. ശിവാജി, യന്തിരൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയും രജനീകാന്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. 2010 ശേഷം റിലീസ് ചെയ്ത രജനീകാന്ത് ചിത്രങ്ങൾ ആരാധകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. 2016, 18 വർഷങ്ങളിൽ കബാലി, കാല തുടങ്ങി സ്ഥിരം ശൈലിയിൽ നിന്ന് മാറിയ രജനീകാന്തിൻ്റെ ചിത്രങ്ങൾ വന്നെങ്കിലും ആരാധകർ പ്രതീക്ഷിച്ചിരുന്ന ഒരു രജനി പഞ്ച് ഈ ചിത്രങ്ങളിൽ നിന്ന് ലഭിച്ചില്ല. എന്നാൽ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത പേട്ട എന്ന ചിത്രം പക്ക രജനി ഫാൻ ബോയ് ചിത്രമായിരുന്നു. ഇതിനിടെയാണ് രജനീകാന്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം വീണ്ടും ചർച്ചയാവുന്നത്. 2020 ഡിസംബർ 3 രജനീകാന്ത് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു. ഡിസംബർ 31 പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും ജനുവരി മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നുമായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ഫാൻസ് ഗ്രൂപ്പുകളെയാണ് രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെടുത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രജനിയുടെ പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററായി BJP മുൻ നേതാവ് അർജുനമൂർത്തിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയത്. പാർട്ടിയുടെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നവരിൽ പലർക്കും BJP പശ്ചാത്തലമാണുള്ളതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രജനീകാന്തിനായി ഇത്രയും നാൾ പ്രയത്നിച്ചവരെയും കൂടെ നിന്നവരെയും ഒഴിവാക്കിക്കൊണ്ടാണ് പാർട്ടി രൂപീകരണം നടക്കുന്നതെന്ന ആരോപണങ്ങളും ഉയർന്നു. ഇത് ആരാധക സംഘടനകൾക്കിടയിൽ നിന്ന് തന്നെ എതിർപ്പുകൾക്ക് കാരണമായി. ഇതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ബാധിച്ചതോടെ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് രജനീകാന്ത് പ്രഖ്യാപിച്ചു. 2021 ജൂലൈ 12 രജനി മക്കൾ മണ്ഡലം എന്ന പാർട്ടി പിരിച്ചുവിടുകയും ചെയ്തു. ഭാവിയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ തനിക്ക് പദ്ധതിയില്ലെന്നും രജനി പറഞ്ഞു. മുമ്പ് വലിയ ഇടവേളകളെടുത്ത് സിനിമ ചെയ്ത താരം 2016 തൊട്ട് വർഷത്തിൽ ഒരു സിനിമ വീതമെങ്കിലും ചെയ്തു തുടങ്ങി. എന്നാൽ പിന്നീടെത്തിയ ദർബാർ, അണ്ണാത്തെ തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വൻ നിരാശ സമ്മാനിച്ചു. രജനിയുടെ കാലം കഴിഞ്ഞെന്ന ചർച്ചകൾ തമിഴ്നാട്ടിൽ വീണ്ടും സജീവമായപ്പോഴാണ് ജയിലർ എന്ന ചിത്രവുമായി നെൽസൺ ദിലീപ് കുമാർ എത്തുന്നത്. രജനീകാന്തിനൊപ്പം വിവിധ ഭാഷകളിലെ സൂപ്പർ താരങ്ങൾ കൂടി ഒന്നിച്ചെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി. ഏറ്റവും ഒടുവിലിറങ്ങിയ വേട്ടയ്യന് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിയാണ് രജനീകാന്തിൻ്റെതായി റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം. കമലഹാസനെ ഏറ്റവും വലിയ തിരിച്ചുവരവ് സമ്മാനിച്ച ലോകേഷ് കനകരാജ് രജനിക്കൊപ്പം ഒന്നിക്കുമ്പോൾ എന്ത് മാജിക്കാണ് ഒരുക്കുന്നതെന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഓരോ തവണ രജനി യുഗം അവസാനിച്ചെന്ന് പറയുമ്പോഴും അപ്പോഴൊക്കെയും ബോക്സ് ഓഫീസിനെ വിറപ്പിച്ചുകൊണ്ട് രജനീകാന്ത് എത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെ വന്നാലും പോയാലും തമിഴ് സിനിമയുടെ
ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ അയാളാണ്. അയാൾക്ക് മാത്രം സിനിമാ ആരാധകർ ചില ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. 100 പേരെ വെള്ളിത്തിരയിൽ തല്ലി താഴെയിട്ടാലും സിനിമാ പ്രേമികൾക്ക് അത് വിശ്വസനീയമാണ്. കാരണം അയാൾ രജനീകാന്താണ്, ആരാധകരുടെ സൂപ്പർ സ്റ്റാറാണ്.